Hello. Good afternoon. Good afternoon. Good afternoon. Yes. എന്നിട്ട് പ്രസന്റേഷൻ ശരിയായിട്ടില്ല. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് നോക്കട്ടെ. നോട്ടൊക്കെ എടുത്തോ എല്ലാവരും? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏത് ഭാഗത്താണെന്നറിയാമോ? ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. അതിന്റെ അഡ്വാൻറ്റേജസിന്റെ ടോപ്പിക് തുടങ്ങിയാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. പേജ് നമ്പറോ? പേജ് നമ്പർ ഇപ്പൊ പറയാം. ഇത് ശരിയാവണില്ല. നിങ്ങൾക്ക് സ്ക്രീൻ കാണാനില്ലല്ലോ? പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണാനില്ലല്ലോ? ശരിയാണ്. ശരിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു അസുഖം വരും. ഒക്കെ നമ്മളുടെ ടെക്നിക്കൽ കളികളല്ലേ. അതുകൊണ്ട് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ ആരെങ്കിലും. എല്ലാവരുടെയും ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എടുക്കും. ഇത് സംഭവം ഇവിടെ പ്രസന്റ് ആയിട്ടില്ല.
അഡ്വാൻറ്റേജസ് തുടങ്ങിയല്ലേ എടുക്കണ്ടേ? അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ, റൈറ്റ് അല്ലേ? ഇതൊരു ചിലപ്പോ കുറച്ച് സമയം എടുക്കും ഈ സാധനം പ്രസന്റഡ് ആകാനായിട്ട്. അതൊക്കെ വേണ്ടിട്ടോ നോക്കാം. അങ്ങനെ റിജൊന്നും വന്നേ ശരിയാവണില്ല. Yes. So good afternoon once again. ശരിയായിട്ടാ ശരിയാക്കാൻ ആൾക്കാരെ വിളിക്കേണ്ടി വന്നു. ഓക്കെ, സോ കഴിഞ്ഞ ദിവസം നമ്മള് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ, അതിനകത്ത് എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഷുഡ് ബി ദർ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഒരു നല്ല ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. എന്നുവെച്ചാൽ നല്ല രീതിയിൽ ഗ്രീവൻസുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് പ്രധാനമായിട്ടും എത്ര ടൈപ്സ്, ഏതൊക്കെ രീതിയിലാണ് ഗ്രീവൻസ് റിസോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ റീഡ്രസൽ ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കളക്റ്റീവ് ബാർഗൈനിങ്, മീഡിയേഷൻ, ആർബിട്രേഷൻ, കൺസിലിയേഷൻ, അഡ്ജുഡിക്കേഷൻ, 5 രീതിയിലുണ്ട്. പിന്നെ എസെൻഷ്യൽസ്, ഒരു നല്ല ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന് വേണ്ട അത്യാവശ്യമായിട്ട് ചില പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ്. ആക്സസിബിലിറ്റി എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വീകാര്യമാകണം, ഇൻക്ലൂഡിങ് വർക്കേഴ്സ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് മാനേജ്മെന്റ്. എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന രീതിയിലുള്ള ഗ്രീവൻസ് പ്രൊസീജിയർ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഒരു കൂട്ടർക്ക് ഇഷ്ടമില്ല, ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞപ്പോ ആ സൊല്യൂഷൻസിൽ അവർ സംതൃപ്തരല്ല, അപ്പൊ വീണ്ടും വീണ്ടും ഗ്രീവൻസുകൾ ഇങ്ങനെ കൂടി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്വീകാര്യമാകുന്ന, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലുള്ള ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ആണ് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് ബിസിനസ് ഓർഗനൈസേഷൻ. അതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. എങ്ങനെയാണ് എല്ലാവർക്കും സ്വീകാര്യമാകുന്നത്, എങ്ങനെ, ഏത് രീതിയിൽ അങ്ങനെ സ്വീകാര്യമാക്കുക. അതിലൊന്ന് ഫെയർനെസ് അല്ലെ, ജസ്റ്റിസ്, എല്ലാവരോടും ഒരുപോലെ, എല്ലാവരോടും ന്യായവും നീതിയുമായിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് ഗ്രീവൻസുകളെ പരിഹരിക്കുക.
അങ്ങനെ വേണം. അല്ലാണ്ട് ചില ആളുകളോട് ഏതെങ്കിലും രീതിയിൽ ഫേവറേറ്റിസം, ചില ആളുകളോട് ഡിസ്ക്രിമിനേഷൻ, അതൊന്നും പാടില്ല. എല്ലാവരോടും ഈക്വൽ ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ആണ്. എല്ലാവരോടും നീതിയും ന്യായമൊക്കെ പുലർത്തി. പിന്നെ മാനേജ്മെന്റിന് കമാൻഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് റീസണബിൾ പവർ ഉപയോഗിക്കുക അതിനകത്ത്. എന്നുവെച്ചാൽ ഭയങ്കരമായി അടിച്ചമർത്തുന്ന രീതിയിലുള്ള അധികാരം പവർ ഉപയോഗിച്ച് അവരെ എന്താ പറയാ അവരുടെ ഗ്രീവൻസുകളെ എന്താ പറയാ പരിഹരിക്കുന്ന രീതിയാകരുത്. ഒരു റീസണബിൾ, ഒരു എന്താ പറയാ മോഡറേറ്റ് ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള ഒരു പവർ ഉപയോഗിച്ചായിരിക്കണം മാനേജേഴ്സ് കമാൻഡ് ചെയ്യേണ്ടത്. പിന്നെ മൊത്തത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആരെ? ട്രേഡ് യൂണിയൻസിനെ. കാരണം എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കുറവ്, ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ പ്രതിനിധികളായ എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസിന് അതിൽ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കണം ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ പ്രോംപ്റ്റ്നെസ്, കൃത്യമായിട്ട് എന്ത് കാര്യങ്ങളും അത് കൃത്യമായിട്ട് ഗ്രീവൻസിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കൃത്യത ഉറപ്പുവരുത്തി. പ്രോംപ്റ്റ്നെസ് ആക്ഷൻ ആണ്. പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് കൊണ്ടുവരിക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഗ്രീവൻസ് ഹാൻഡ്ലിങ്ങിന്റെ. വെച്ച് താമസിപ്പിച്ച അതനുസരിച്ച് പിന്നീട് ബുദ്ധിമുട്ടുകൾ വരും. അതിന്റെ വരുത്താതിരിക്കുക. പിന്നെ എന്താ പറയാ ലീഗൽ സാങ്സിറ്റി എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന്റെ നിയമങ്ങൾ അനുസരിച്ച്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലെജിസ്ലേഷന്റെ നിയമങ്ങൾ അനുസരിച്ച്, ഒരു സ്റ്റേറ്റിന്റെ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അനുസരിച്ച് എല്ലാത്തിന്റെ ഉള്ളിൽ നിന്നിട്ടായിരിക്കണം ഗ്രീവൻസുകളെ സോൾവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾക്ക് എതിരെ നിന്നുകൊണ്ട് നമ്മൾ ഗ്രീവാൻസുകളെ സോൾവ് ചെയ്യാൻ പാടില്ല. ഇതിന് എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വേണം ഈ പറയുന്ന ഗ്രീവാൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ. സിംപ്ലിസിറ്റി, സിമ്പിൾ സ്റ്റെപ്സ്, ഫിയർ സ്റ്റെപ്സ്, ഒരുപാട് കടമ്പകള്, കുറെ സ്റ്റെപ്പുകളോട് കൂടി ഗ്രീവാൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പോകരുത്. വളരെ ചുരുങ്ങിയ സ്റ്റെപ്സ് എളുപ്പം കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പൊ ഗ്രീവാൻസ് ഹാൻഡിലിംഗിൽ സിംപ്ലിസിറ്റി മറ്റൊരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആണ്. പിന്നെ ട്രെയിനിങ്, അതിനാവശ്യമായ ട്രെയിനിങ്. ഗ്രീവൻസ് ആരൊക്കെയാണ് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ആ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആളുകൾക്ക് കൃത്യമായ ട്രെയിനിങ് ഉള്ളവരായിരിക്കും. സൂപ്പർവൈസേഴ്സ്, ട്രേഡ് യൂണിയൻസ്, റെപ്രസെന്റേറ്റീവ്സ്, ഇവരൊക്കെ എന്താ പറയാ പ്രൊവൈഡഡ് സ്യൂട്ടബിൾ ട്രെയിനിങ്, ആവശ്യമനുസരിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്ക് അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ ഫ്രീക്വന്റ് ആയിട്ട് ഫോളോ അപ്പ് നടത്തണം. എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്തു, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് അവരുടെ വർക്കിങ്സ്, അവരുടെ പെർഫോമൻസ് ഒക്കെ വേറെ രീതിയിൽ വരുന്നുണ്ടോ, അവരിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നുണ്ടോ, ഇതൊക്കെ തീരുമാനിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഫോളോ അപ്സും നടത്തണം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ആൻഡ് ദ നെക്സ്റ്റ് പോർഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. ഇങ്ങനെ ഗ്രീവൻസുകളൊക്കെ നമ്മൾ പരിഹരിക്കുന്ന അത്തരം പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നാൽ എന്ത് നേട്ടമാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഉള്ളത്? എന്തൊക്കെ നേട്ടങ്ങൾ അതിനകത്തുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ് സോ ദ റെമഡിയൽ മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ആസ് സൂൺ ആസ് പോസിബിൾ. ഈ പറയുന്ന ഗ്രീവൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ആരുടെ അടുത്തേക്ക് കൊണ്ടുവരും? അത്തരം കാര്യങ്ങൾ ആരുടെ നോട്ടീസിലേക്ക് കൊണ്ടുവരും? മാനേജ്മെന്റിന്റെ നോട്ടീസിലേക്ക്, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ആ ശ്രദ്ധയിൽപ്പെടുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അതിനുള്ള റെമഡിയൽ ആക്ഷൻസ്, അതിന് പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും. അപ്പൊ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഗ്രീവാൻസുകളെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള മാർഗങ്ങള്, പ്രവർത്തനങ്ങള് മാനേജ്മെന്റിന് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അറിയുന്നില്ല, എംപ്ലോയീസിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് നമ്മുടെ മാനേജ്മെന്റിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മളുടെ പ്രവർത്തന രീതികൾ അവർക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല, സംതൃപ്തരല്ല, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസിലായിരിക്കാം, അവരുടെ സാലറി സംബന്ധിക്കുന്നതായിരിക്കാം, മറ്റു ഒരുപാട് ഇഷ്യൂസ് അവര് എന്താ പറയാ അതനുസരിച്ച് അവർക്ക് സ്ട്രെസ്സും ഇതൊക്കെ ഉണ്ട്, പ്രഷറൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ അവിടെ തന്നെ അവര് വെച്ച് അങ്ങോട്ടും സംസാരിച്ചതുകൊണ്ട് നോ എനി എന്താ പറയാ ചേഞ്ച് അല്ലെ, ഒരു ചേഞ്ചും അതിലുണ്ടാകില്ല. ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെന്റ്. തീർച്ചയായിട്ടും അത് കൊണ്ടുവരേണ്ടത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിലാണ്. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ദേ ക്യാൻ ടേക്ക് ആക്റ്റീവ് ആക്ഷൻസ് അല്ലെ, നല്ല രീതിയിൽ അവർക്ക് അതിന് റെമഡിയൽ ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആയോ ഒന്നാമത്തെ പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? Yes. Okay, next one. Timely intervention by the management prevents more grievances from assuming big proportions are becoming undisputed. അതായത് എത്ര ഉള്ളു കാര്യം. അതായത് കൃത്യമായിട്ട് നമ്മൾ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിലെ ഗ്രീവാൻസുകൾ പെടുത്തി കഴിഞ്ഞാൽ
അവർ കൃത്യമായിട്ട് ടൈംലി ഇന്റർവെൻഷൻ സമയത്തിനനുസരിച്ച് അവർ അതിനകത്ത് ഇടപെടുമ്പോ ഗ്രീവൻസ് ചെറിയ ചെറിയ ഗ്രീവൻസ് ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കും. അതല്ലെങ്കിൽ അത് പോകും, അത് വലിയ ബിഗ് പ്രൊപ്പോർഷൻസിലേക്ക് അതിങ്ങനെ വളർന്നേ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ കിടന്ന് അത് അവിടെ കിടന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് മാനേജ്മെന്റിലേക്ക് മാത്രം എത്തുന്നില്ല, ബാക്കി നാട്ടുകാരോടും എന്താ പറയാ മറ്റുള്ള ആളുകൾ എല്ലാവരും അതറിഞ്ഞ് വെറുതെ അതിന്റെ എന്താ പറയാ വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. അവരവരുടെ പ്രശ്നങ്ങൾ മാനേജ്മെന്റിനോട് ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ എംപ്ലോയീസ് ഇങ്ങനെ അകന്നൊക്കെ പോകും. അപ്പൊ അത്തരം ഇഷ്യൂസ് ഒക്കെ ചെറുതിലെ തന്നെ മുളയിലെ എന്നുള്ളതാണ് നമ്മൾ പറയില്ലേ, അതന്നെ കാര്യം. ഇവിടെ മുളയിലെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ എംപ്ലോയീസ് മാനേജ്മെന്റിനെ അറിയിക്കുകയാണെങ്കിൽ ആ ചെറിയ ഇഷ്യൂസ് വലുതാകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അത് വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് പോയിന്റ്. മനസ്സിലായോ? Timely intervention by the management prevents minor grievances from assuming big proportions and becoming a dispute. വലിയ പ്രശ്നങ്ങളാകാതെ വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ മൈനർ ഗ്രീവൻസുകളെ എന്താ പറയാ ഇല്ലാതാക്കാനായിട്ട് മാനേജ്മെന്റിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ? കൃത്യമായ മലയാള വാക്കുകളൊക്കെ ഉണ്ട് അതിന്, ചില വാക്കൊന്നും അങ്ങനെ നമുക്ക് പറയാൻ കിട്ടില്ല. ഓക്കെ, യെസ്. അച്ചടി ഭാഷ പോലത്തെ ഭാഷയല്ല. ഒരു ടൈംലി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് ഇടപെടുന്നു എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അതിന് കൃത്യമായ വേർഡ് ഏതാ? സമയോചിതമായ ഇടപെടൽ, അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാകും. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത എന്താണെന്ന് നോക്കിയേ. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർമലൈസ്ഡ് ഔട്ട്ലെറ്റ് ഫോർ ദ എംപ്ലോയീസ് സൈക്കോളജിക്കൽ നീഡ്സ്. ഇത്രയൊന്നും വേണ്ട. അതായത് ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോ എംപ്ലോയീസ് when it is informed to the management, കൃത്യമായ സമയത്ത് അത് മാനേജ്മെന്റിനെ അറിയിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു മാനസികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും, അല്ലെ? മാത്രമല്ല അതനുസരിച്ച് മാനേജ്മെന്റ് അതിനകത്തേക്ക് ഇടപെടുന്നു, അത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് they feel a sense of emotional security, ഒരു മാനസിക സുരക്ഷിതത്വം അവർക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഗ്രീവൻസ് റീഡ്രസൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇത് സപ്പോർട്ട്സ് ദം, അത് അവരെ സഹായിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു ഫീലിംഗ് മനസ്സിൽ വരും. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് എംപ്ലോയീസ് മറ്റുള്ളവരൊക്കെ ഉണ്ട്. ആ എംപ്ലോയീസിന്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഇഷ്യൂസ് മീൻസ് നമ്മുടെ ഓർഗനൈസേഷന്റെ വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ പരാതികളുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഫോംഡ് ടു ദ മാനേജ്മെന്റ്, അത് മാനേജ്മെന്റിനെ അറിയിക്കുന്നു. മാനേജ്മെന്റ് അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻസ് നല്ല രീതിയിൽ ആർക്കും തന്നെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തി തരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുക? വി ഫീൽ ഇമോഷണൽ റിലീസ്. നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു മോചനം. മനസ്സിനകത്ത് ഇങ്ങനെ ഒരുപാട് സങ്കടവും വിഷമവും വെറുപ്പും വിദ്വേഷവും ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ ഭയങ്കര ഭാരം തോന്നും നമുക്ക്. ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ഉണ്ടോ? പറയേ. ഉച്ച സമയമായതുകൊണ്ട് ഉറങ്ങാണെങ്കിൽ ഉച്ച സമയത്ത് ക്ലാസ് എടുത്താലുള്ള കുഴപ്പമാണ്. റിയാക്ഷൻസ് പെട്ടെന്ന് വരില്ല. വരുമോ? എത്രക്ക് റിയാക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഈ പ്രസന്റ് ചെയ്ത നോട്ട് മിനിമൈസ് ചെയ്താലേ എനിക്കത് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരുടെ പേരുകൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കൂടെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, ലൈവിലാണ്, എല്ലാവരും ആക്റ്റീവ് ആണെന്ന് മനസ്സിലാകും കേട്ടോ. അപ്പൊ വി ഫീൽ ആൻ ഇമോഷണൽ റിലീസ്. നമുക്കൊരു എന്താ പറയാ ഇമോഷണൽ റിലീസ്, ഇമോഷണൽ സെക്യൂരിറ്റി. കണ്ടോ? നമ്മളുടെ ആ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ മാനേജ്മെന്റ് ഇടപെട്ടു, കൃത്യമായി നമുക്ക് അതിനൊരു സൊല്യൂഷൻ തന്നു. അപ്പൊ നമുക്കൊരു സുരക്ഷിതത്വം കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ മാനസികമായിട്ട് ഉള്ളിലിരുന്ന ഒരുപാട് കാര്യമൊക്കെ ഇങ്ങനെ ഇറക്കി വലിയൊരു ഭാരം ഇറക്കി വെച്ചൊരു ഫീലിംഗ് ഉണ്ടാവും. അതന്നെയാണ് പറയുന്നത്. അതും മറ്റൊരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഞാൻ പറയുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യണം. അഡ്വാൻറ്റേജസിൽ ഞാൻ പറയാം, എന്നിട്ട് അണ്ടർലൈൻ ചെയ്താൽ മതി. ഫുൾ സെന്റൻസ് ഒന്നും നിങ്ങൾ വച്ചു വാരിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കൺഡ്യൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്. അതായത് നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിനെ വളരെ കൺഡ്യൂസീവ് മീൻസ് ഇഫക്റ്റീവ്, നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാക്കി തീർക്കും. കാരണം എന്താ? നമ്മളൊരു ജോലി ചെയ്യുന്ന ചുറ്റുപാട് നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. എന്നാലും നമുക്ക് ഇഷ്ടത്തോടെ സന്തോഷത്തോടെ വളരെ ആശ്വാസത്തോടെ ഫ്രീ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? നമുക്ക് കിട്ടുന്ന ജോലി സാഹചര്യം മോശമാണ്, നമുക്ക് എന്താ പറയാ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, നമുക്ക് പല രീതിയിലുള്ള പ്രഷർ സ്ട്രെസ് ഈ ഓർഗനൈസേഷൻ അകത്ത് വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്നതാണെങ്കിൽ എന്ത് പറ്റും? അത് നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ ജോലി നമുക്ക് ചെയ്യാനായിട്ട് തടസ്സമാകും. അപ്പൊ ഒരു നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും എങ്ങനെയാണെങ്കിൽ നല്ലൊരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ. കാരണം എന്താ?
എംപ്ലോയീസിന്റെ എന്ത് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്താലും ഇറ്റ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ പ്രോംപ്റ്റ്ലി സോൾവ് ബൈ ദ മാനേജ്മെന്റ്. അത് കൃത്യമായിട്ട് ഇടപെട്ട് മാനേജ്മെന്റ് അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നു എങ്കിൽ അവർക്ക് വർക്കിംഗ് എൻവയോൺമെന്റ് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും അല്ലെ? കാരണം എന്താ, അപ്പൊ എല്ലാവരും വളരെ ആക്റ്റീവ് ആകും. കാരണം അവർക്ക് there is no problem against the management. മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, മാനേജ്മെന്റിനോട് അടുത്ത് നിൽക്കാൻ അല്ലെ, വളരെ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യാൻ, വളരെ ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യാൻ ഒരുപാട് ഇൻഡ്യൂഷൻസ് അവർക്ക് കിട്ടും. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിന്റനൻസ് ഓഫ് കൺഡ്യൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ചോദിക്കണം. 2-3 പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് മനസ്സിലായെങ്കിൽ ചോദിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഒരു പമ്പ്. അടുത്തത് fifth one, it helps the management to identify the attitudes and feelings of employees regarding the organization policies, rules, practices, and so that essential upgrades in policies and rules can be done. ഇനി മാത്രമല്ല ട്ടാ, ഈ മാനേജ്മെന്റിന് പെട്ടെന്ന് അറിയാൻ പറ്റും ആരെ കുറിച്ചിട്ട്, എംപ്ലോയീസിനെ കുറിച്ചിട്ട്. കാരണം എംപ്ലോയീസിന്റെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ് അഗേൻസ്റ്റ് ദ മാനേജ്മെന്റ്, മാനേജ്മെന്റിനോടുള്ള അവരുടെ മനോഭാവങ്ങള്, അവരുടെ ഫീലിങ്സ് എളുപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ഗ്രീവൻസുകള്, ഗ്രീവൻസ് എന്ന് പറയുന്നത് എന്താ, ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ്, താല്പര്യക്കുറവ്, സംതൃപ്തി കുറവാണ്. അപ്പൊ ഇത്തരം തൃപ്തിക്കുറവ് എവിടെയെങ്കിലും ഫീൽ ചെയ്താൽ അത് എളുപ്പം മാനേജ്മെന്റിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിൽ വേഗം ഇടപെടുന്നു, പെട്ടെന്ന് അതൊക്കെ ക്ലിയർ ഓഫ് ചെയ്യുന്നു. മാത്രമല്ല എംപ്ലോയീസിന് അവരുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ റൂൾസ്, റെഗുലേഷൻസ് അതൊക്കെ അവർ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമാക്കാനും മാനേജ്മെന്റിന് പറ്റും. കാരണം അവരിതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, they all are happy and they are all satisfied with all the things in the organization. ബിസിനസ് ഓർഗനൈസേഷനിലെ റൂൾസും പ്രൊസീജിയേഴ്സും റെഗുലേഷൻസ് ഒക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കൃത്യമായിട്ട് ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് എന്താണ്, അവർക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് നോ ഇഷ്യൂസ്, അവർക്ക് ഒരു ഇഷ്യൂസ് ഇല്ല, അവർ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും അവർക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, അപ്ഗ്രേഡ് ചെയ്യാം. എംപ്ലോയീസിനെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ആറ്റിറ്റ്യൂഡും ഫീലിംഗ്സും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, they can have to bring some changes in the policies. പോളിസീസിൽ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താനും മാനേജ്മെന്റിന് സാധിക്കും. അപ്പൊ മാനേജ്മെന്റിന് അതൊരു സഹായമാണ്. എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡും ഫീലിംഗും ഒക്കെ മനസ്സിലാക്കി എന്താ പറയാ, ഓർഗനൈസേഷന്റെ റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ അവര് ഫോളോ ചെയ്യുന്നുണ്ടെന്നും, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എസെൻഷ്യൽ, ആവശ്യമുണ്ടെങ്കിൽ ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മേക്ക് അപ്ഗ്രഡേഷൻസ്, അതില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ മാനേജ്മെന്റിന് അറിയുന്നത് ഈ എംപ്ലോയീസിലൂടെയാണ്. ക്ലിയർ ആയോ? 5ാമത്തെ പോയിന്റ് മനസ്സിലായോ? Then the 6th point, 6ാമത്തേത്, it closely monitors arbitrary management actions. അതായത് മാനേജ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് എന്താ പറയാ മാനേജ്മെന്റിന്റെ വ്യവഹാരങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ നന്നായിട്ടുണ്ടെങ്കിൽ മാനേജറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് എംപ്ലോയീസ് വളരെ നല്ല സസൂക്ഷ്മം നിരീക്ഷിക്കും. എന്ന് വെച്ചാൽ മാനേജർക്ക് അപ്പൊ ഒരു ബോധ്യമുണ്ട്, the manager knows that his actions will be scrutinized and challenged. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങള്, നമ്മളുടെ പ്രവർത്തനങ്ങള് എംപ്ലോയീസ് വളരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, അവർ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അവർ നമ്മളെ നമ്മൾക്കൊരു വെല്ലുവിളിയായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വന്നേക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാനേജ്മെന്റ് എപ്പോഴും എന്തായിരിക്കും, they will be cautious. അവർ വളരെ കരുതലോടെ ഇരിക്കും. ബിക്കോസ് അവര് തീരുമാനങ്ങൾ എടുക്കുമ്പോ, പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ, ഗ്രീവാൻസുകൾ സോൾവ് ചെയ്യുമ്പോ വളരെ ശ്രദ്ധിച്ചിട്ടേ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. കാരണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ അത്തരം തീരുമാനങ്ങൾ അവർ നേരത്തെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യും. മനസ്സിലായി? അപ്പൊ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റിന് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഇത് ഗ്രീവാൻസ് റീഡ്രസൽ പ്രൊസീജിയർ. കാരണം മാനേജ്മെന്റ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മാനേജ്മെന്റ് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരും. മാനേജ്മെന്റ് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നാൽ ഒരു 90% എംപ്ലോയീസിന് അത് എന്താ പറയാ തൃപ്തികരമായിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. വല്ല 10% മാത്രമേ ചിലപ്പോൾ തൃപ്തികരമല്ലാതിരിക്കുള്ളൂ. അപ്പൊ മാനേജ്മെന്റ് whatever decisions they are taking അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അത് എപ്പോഴും അവരെന്ത് ചെയ്യും, അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വളരെയധികം കോഷ്യസ് ആയിട്ട് എടുക്കുള്ളൂ, വളരെ കരുതലോടെ ശ്രദ്ധയോടെ മാത്രമേ മാനേജ്മെന്റ് എടുക്കുന്നുള്ളൂ. ബിക്കോസ് അതല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ശ്രദ്ധിക്കാണ്ട് അലസമായിട്ടൊക്കെ
തീരുമാനമൊക്കെ എടുത്തു. അത് പിന്നീട് വീണ്ടും എംപ്ലോയീസിന്റെ ഇടയിൽ മുറിവുറുപ്പ്, അവർ വീണ്ടും അവർക്ക് മാനേജ്മെന്റിന് അഗെയിൻസ്റ്റ് ആകുന്നു, അവരെ ചലഞ്ച് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ they will be cautious. അപ്പൊ വളരെ കരുതലോടെ എടുക്കുന്നു. എന്തുകൊണ്ടാ? നല്ലൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റുള്ളൂ. മനസ്സിലായി? നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. ക്ലിയർ ആയോ? It closely monitors the arbitrary management actions. Clear ആയോ? Okay. So ഇനി അഡ്വാൻറ്റേജസിൽ ഞാൻ പറയുന്ന ഭാഗം അവിടെ അണ്ടർലൈൻ ചെയ്യാം. അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ചിലപ്പോൾ അതിനകത്ത് ഡിസ്അഡ്വാൻറ്റേജും കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ, ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ്. ഒന്നാമത്തെ അത്രയും മതി, അത്ര ഓർത്താൽ മതി. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ ഗ്രീവൻസ് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. സെക്കൻഡ് വൺ, timely intervention by the management prevents minor grievances. ചെറിയ ചെറിയ ഗ്രീവൻസുകളെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ മാനേജ്മെന്റ് അതിന് സമയോചിതമായിട്ട് ഇടപെടുന്നു. രണ്ടാമത്തെ പോയിന്റ് അതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത്, ഇറ്റ് ബിൽഡ്സ് വിത്തിൻ ഹിം എ seasonal sense of emotional security as the system is there for his support. ഇത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു സെൻസ് ഓഫ് ഇമോഷണൽ സെക്യൂരിറ്റി, അതായത് അവരുടെ എന്താ പറയാ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധം ഈ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിൽ എംപ്ലോയീസിന് ഉണ്ടാകുന്നു. കാരണം എപ്പോഴും ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യം. അതുകൊണ്ട് ഓക്കെ, മൂന്നാമത്തെ പോയിന്റിൽ അതാണ്. ലാസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യുന്നത്. However കഴിഞ്ഞിട്ടുള്ളത്, it builds with him a sense of emotional security എന്ന് പറയുന്ന സെന്റൻസ്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തിട്ട് ഭാഗം മനസ്സിലായോ? ഓക്കെ, അടുത്ത പോയിന്റ്, it helps the management. അഞ്ചാമത്തേലാണ്, നാലാമത്തെ വേണ്ട. It helps the management to identify the attitude and feelings of employees. അത്ര മതി. It helps the management to identify the attitudes and the feelings of employees. Last one, it closely monitors arbitrary management actions. Managementന്റെ വ്യവഹാരങ്ങളെ, പ്രവർത്തനങ്ങളെ വളരെ സസൂക്ഷ്മം എന്ത് ചെയ്യുന്നു? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ സസൂക്ഷ്മം വീക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ബോധ്യമുണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ്, അവര് ശ്രദ്ധിച്ചാണ്, കാര്യങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചിട്ടാണ് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എന്താ പറയാ സൊല്യൂഷൻസ്, നമ്മൾ കൊടുക്കുന്ന പരിഹാരങ്ങളൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കണം എന്ന്. ഏതാടാ തേർഡ് പോയിന്റില് ലാസ്റ്റ് സെന്റൻസ് ആണ്. ഇറ്റ് ബിൽഡ് എന്ന് തുടങ്ങി ഹൗവർ കഴിഞ്ഞിട്ടുള്ള ഭാഗം, ആ സപ്പോർട്ട് വരെ ആ പോയിന്റിന്റെ ആ ലാസ്റ്റ് സെന്റൻസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അതാണ് ശരിക്കും പറഞ്ഞിട്ടുള്ള സെന്റൻസ്, അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സെന്റൻസ്. ക്ലിയർ ആയോ? 6 പോയിന്റ് ഉണ്ടെങ്കിലും 5 പോയിന്റിലുള്ള സെന്റൻസുകളുടെ ഭാഗമേ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. അല്ലേ? നോക്കിയേ, ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്അഡ്വാൻറ്റേജസ്. എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും അതിന് ഒരു മറുവശം ഉണ്ടായിരിക്കും അല്ലെ? ഏത് കാര്യം എടുത്താലും അങ്ങനെയുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഈ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഒന്നാമത്തേത്, ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. ഈ ഗ്രീവൻസുകളെ, എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അസംതൃപ്തി, താല്പര്യക്കുറവ്, ഇതിനെയൊക്കെ പരിഹരിക്കുക എന്നുള്ളത് പറയുമ്പോൾ ഒരു വേഗം കഴിയും. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചില സന്ദർഭങ്ങളിൽ, എല്ലാ ഗ്രീവൻസുകളും അല്ല, കുഞ്ഞുതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പെട്ടെന്ന് അതിനെ പരിഹരിക്കാം. പക്ഷെ ഇതവിടെ സാധാരണ ഓർഗനൈസേഷനിൽ ഇതല്ല നടക്കുന്നത്, മറിച്ചാണ് നടക്കുക. ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി ബ്രോട്ട് ഇൻ ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെന്റ്. ആ ചെറിയത് വരുമ്പോ എന്തെന്നറിയോ, ഈ സൂചി കൊണ്ട് എടുക്കേണ്ടത് വരുമ്പോ അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല. എംപ്ലോയീസ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതിനെ അവിടെ ഇട്ട് വരുത്തി വലുതാക്കി വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുന്നിടത്തോളം വരെ അങ്ങനെ അവരുടെ ഇടയിൽ കിടന്നവർ കറങ്ങും. മനസ്സിലായി? അങ്ങനെ ഇഷ്യൂസ് അങ്ങനെ പെരുകി വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു സോൾവ് ഇറ്റ്. അത്തരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്
such a lengthy and also costly. കുറച്ച് നീളം കൂടിയതാണ്. നീളം കൂടിയെന്ന് പറഞ്ഞാൽ എന്താ? ഇത് പരിഹരിച്ചു വരാനായിട്ട് കുറെ സമയമൊക്കെ എടുക്കും, മാസങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ഇച്ചിരി ചെലവ് കൂടിയതാ. അതിന് കുറെ എന്താ പറയാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അത് ശരിയാണോ തെറ്റാണോ, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രീവൻസ് എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടായി, അതിന്റെ സോഴ്സ് ഒക്കെ തേടി പോകണം. അത് ഇച്ചിരി ചെലവൊക്കെ കൂടിയതാ. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ആളെ നിയമിക്കണം, അത് കണ്ടുപിടിക്കാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ നിയമിക്കണം. നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ്, പ്രൊസീജിയർ ഈസ് കോസ്റ്റ്ലി ആൻഡ് ലെങ്തി. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് സ്കിൽഡ് പീപ്പിൾ ടു ഡീൽ വിത്ത് ഗ്രീവൻസ്. ഇനി എന്താണുള്ളത്? ഈ ഗ്രീവൻസുകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരില്ല. അതിന്റെ വേറെ ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ എംപ്ലോയീസിന്റെ ഇടയിൽ there are some issues, problems, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നല്ല രീതിയിൽ വ്യക്തമായി കണ്ടെത്തി, ആ കണ്ടെത്തിയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പഠനങ്ങളൊക്കെ നടത്തി അതിന് നല്ലൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റിയ ഒരു സിസ്റ്റം മിക്ക ബിസിനസ് ഓർഗനൈസേഷനിലും ഇല്ല. എന്ന് വെച്ചാൽ കഴിവുള്ള ആൾക്കാരില്ലാന്ന്. സ്കിൽ, ലാക്ക് ഓഫ് സ്കിൽ ഓഫ് പീപ്പിൾ, ശരിയായ രീതിയിൽ കഴിവുള്ള ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ഗ്രീവൻസിനെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഓർ അഡ്വാൻറ്റേജ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായോ? രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ. തേർഡ് വൺ, ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓർഗനൈസേഷൻസ്. ഇനി ഉണ്ടല്ലോ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്യൂസലിനെ കൈകാര്യം ചെയ്യുന്നതിന് പല പല രീതിയാണ്. ഓരോരുത്തരും ഓരോ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാ ഓർഗനൈസേഷനും ഒരേ രീതിയല്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു എന്താ ഫോർമുല പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയർ ഇല്ല. അവർക്ക് അവരുടേതായ കസ്റ്റമൈസ്ഡ് രീതിയിൽ എന്ത് ചെയ്യാം? ഓരോ ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യാം. നമ്മൾ കുറെ മെത്തേഡ്സ് പഠിച്ചു. ഗ്രീവൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ്, ആർബിട്രേഷൻ, കോൺസിലിയേഷൻ. ചിലപ്പോൾ അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാം. ചിലപ്പോൾ ചില തേർഡ് പാർട്ടീസിനെ, പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഉൾപ്പെടുത്തി പരിഹരിക്കേണ്ടി വരും. മൂന്നാം ഇടനിലക്കാരനെ കൊണ്ടുവന്നിട്ട് പരിഹരിക്കേണ്ടി വരും. അതല്ല ചിലപ്പോ അതും പറ്റിയില്ല, പ്രൈവറ്റ് ആയിട്ട് പറ്റില്ല, പിന്നെ കേസ് ഹൈക്കോർട്ടായിട്ടൊക്കെ ചിലപ്പോ കോടതിയിലൊക്കെ പോകും. അപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള തേർഡ് പാർട്ടിനെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി അങ്ങനെ കണ്ടോ. അപ്പൊ പല രീതിയാണ് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അനുസരിച്ച് മാനേജ്മെന്റിന് എന്താ പറയാ ഈ പറയുന്ന നല്ല രീതിയിൽ ഒരു സൊല്യൂഷൻസ് എംപ്ലോയീസിന് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പല മെത്തേഡുകൾ, പല പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഫൈനൽ ഡിസിഷൻസ് ക്യാൻ ബി. ഇനി ഇതിന് എല്ലാത്തിനും പുറമെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉള്ള കാര്യം എന്താണെന്നറിയോ? ഇതിനൊരു സൊല്യൂഷൻ ഏറ്റവും അവസാനം കൊണ്ടുവരുന്നത് ആരാ? മാനേജ്മെന്റ്. മറ്റാളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു, എന്താണ് അവരുടെ പ്രശ്നം മനസ്സിലാക്കുന്നു, പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് അവസാനം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് നോക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന് മനസ്സിലാക്കി അതിന് കുറെ സൊല്യൂഷൻസ് ഉണ്ടായി. അതിന് ഒരു നല്ല സൊല്യൂഷൻ ഒക്കെ കൊണ്ടുവന്നു. ഈ സൊല്യൂഷൻ അറിയിക്കുന്നത് ലാസ്റ്റ് അൾട്ടിമേറ്റ് ആയിട്ട് അറിയിക്കുന്നത് ആരായിരിക്കും? മാനേജ്മെന്റ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എന്താ പറയാ ഇതുപോലെയുള്ള ഫൈനൽ ഡിസിഷൻസ് കൊണ്ടുവരുമ്പോ അത് എംപ്ലോയീസിന്റെ ഇടയിൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും. എന്തൊക്കെയായാലും അവര് പറഞ്ഞ സൊല്യൂഷൻ അല്ലേ, അത് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊരു മൈൻഡിലേക്ക് എംപ്ലോയീസ് പോകാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? അത് മാനേജ്മെന്റ് കൊടുക്കുന്ന സൊല്യൂഷൻ ആയതുകൊണ്ട്. ക്ലിയർ? മാനേജ്മെന്റ് ആണ് ഫൈനൽ ഡിസിഷനിലേക്ക് വരിക. പക്ഷെ ഇറ്റ് ക്രിയേറ്റ്സ് ഫ്രസ്ട്രേഷൻ എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിൽ മാനേജ്മെന്റ് അല്ലേ ഇതിന് പരിഹാരം കണ്ടെത്തേ. ഓക്കെ, ഞങ്ങൾക്കറിയാം അത് അങ്ങനെയൊക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെയാണ്, അതിന്റെ പിന്നിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് വീണ്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവുള്ളൂ. കാരണം അവരുടെ ഇടയിൽ അവർക്ക് അതില് തൃപ്തരായിരിക്കില്ല. അത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. മാനേജ്മെന്റ് ആണ് ഫൈനൽ ഡിസിഷൻ എന്ന് കൊണ്ടുവരുന്നത് എന്നുള്ളത് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ മെമ്പേഴ്സ്, ഇനി മറ്റൊരു കാര്യം എന്ന് പറയാ ഈ ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയറിന്റെ മറ്റൊരു എന്താ പറയാ ദോഷം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള മെമ്പേഴ്സ് ഇല്ലേ, അതായത് എംപ്ലോയീസിന് if they are facing something they have to bring into notice of the management. അവർ ഫേസ് ചെയ്യുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. പക്ഷെ എന്താണെന്നറിയോ, ഇവർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? പ്രോംപ്റ്റ് ആയിട്ട് ഇവർ ഇതിനനുസരിച്ച് ആക്ട് ചെയ്യില്ല. ഇവരെപ്പോഴും എന്ത് ചെയ്യും? ദേ ഡിപ്പെൻഡ് ഓൺ ദ യൂണിയനെ ആശ്രയിക്കും. അവർ ചെയ്യട്ടെ, അവരെല്ലാ കാര്യവും നോക്കട്ടെ, അവർ നടത്തട്ടെ, അവര് മാനേജ്മെന്റിനെ അറിയിക്കട്ടെ. കണ്ടോ, ആ മൈൻഡിലേക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ മാറി നിൽക്കും, കൈ ഒഴുകി നിൽക്കുന്ന പോലെ. ഓക്കെ, ആ രീതിയിൽ അത് മറ്റൊരു ദോഷമാണ്. കൃത്യമായിട്ടത് മാനേജ്മെന്റിലേക്ക് നേരിട്ട് വേഗം എത്തിയാലല്ലേ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ എപ്പോഴും അങ്ങനെ ഒന്നും തൊടാത്ത രീതിയിൽ അങ്ങ് മാറി ന്യൂട്രൽ ആയിട്ട് അങ്ങ് നിൽക്കും. എന്നിട്ട് ഇതെല്ലാം ആരുടെ തലയിലേക്ക് കൊടുക്കും?
യൂണിയൻസ് പറയട്ടെ, യൂണിയൻ മാനേജ്മെന്റിനെ അറിയിക്കട്ടെ, അവര് ഇടപെടട്ടെ, അവര് ചെയ്യട്ടെ. കണ്ടോ? അപ്പൊ നമ്മൾ ഒന്നും അല്ലാത്ത രീതിയിൽ അങ്ങോട്ട് മാറിയിരിക്കും. അതൊരു മറ്റൊരു ഡ്രോബാക്ക്, മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആയോ? ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ മനസ്സിലായോ? യെസ്, അതിനകത്ത് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തേത്, പ്രൊസീജിയർ ഈസ് ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. ഒന്നാമത്തെ വളരെ കുറച്ച് സമയം എടുക്കും, ഒത്തിരി ചെലവുള്ളതാണ്. പിന്നെ അടുത്തത്, ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽ ടു ഡീൽ വിത്ത് ഗ്രീവൻസസ്. ഗ്രീവൻസുകളെ നേരിടാൻ കഴിവുള്ള ആളുകൾ ഇല്ലാത്തത്, അതും മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓർഗനൈസേഷൻസ്. പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ് പല ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്നത്. അവിടെ വരെ കേട്ടോ. അടുത്തത്, ഫൈനൽ ഡിസിഷൻസ് ക്യാൻ ബി ഹെൽഡ് വിത്ത് ദ മാനേജ്മെന്റ് വിച്ച് കോസസ്. അത് മുഴുവൻ ആ സെന്റൻസ് രണ്ടും ആയിരുന്നു കേട്ടോ. ഒറ്റ സെന്റൻസിൽ ഒതുക്കിയാൽ കംപ്ലീറ്റ് അല്ല സെന്റൻസ്. സെന്റൻസ് അത് ഫൈനൽ ഡിസിഷൻ മാനേജ്മെന്റിന്റേതായാൽ അവിടെ എന്താ ദോഷം എന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ ദോഷമുള്ളത് ഇതാണ്, അതില് ആളുകൾ ആ ഒരു ഫൈനൽ ഡിസിഷൻ മാനേജ്മെന്റ് കൊണ്ടുവരുന്നത് കൊണ്ട് അതിൽ എംപ്ലോയീസ് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അവർക്ക് ദേഷ്യം വരും, മാനേജ്മെന്റ് അല്ലേ ഡിസിഷൻ എടുത്ത എന്നുള്ള ഒരു ചിന്ത. അടുത്തത്, ലാസ്റ്റ് വൺ, ദ മെമ്പേഴ്സ് ഡു നോട്ട് ആക്ട് അല്ലെങ്കിൽ റിയാക്ട് പ്രോംപ്റ്റ്ലി and become dependent on the union to look after all the issues. ആ സെന്റൻസ് കംപ്ലീറ്റ് ഉണ്ട്. ആദ്യത്തെ 3 സെന്റൻസിൽ ആ ഫസ്റ്റ് ഭാഗം മാത്രമേ ഉള്ളൂ. നാലാമത്തെ സെന്റൻസിൽ ആ ഫുൾ സെന്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ 5ാമത്തെ സെന്റൻസിലും ഫുൾ സെന്റൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? യെസ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോകട്ടെ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇതായിരുന്നു, grievance handling, employee discipline, employee health and safety. അങ്ങനെ 4 ടോപ്പിക് ആയിട്ടാണ് കിടക്കുന്നത്. ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇതുവരെ നമ്മള് ഈ ചാപ്റ്റർ തുടങ്ങി ഗ്രീവാൻസ്, ആളുകളുടെ എംപ്ലോയീസിന്റെ ഇടയിലുള്ള താല്പര്യക്കുറവും സംതൃപ്തി കുറവും അതൊക്കെ എങ്ങനെ പരിഹരിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെഷീനറി, അതിനു വേണ്ടിയിട്ട് കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ പ്രത്യേകതകള്, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ സെക്കൻഡ് ഒരു യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ പോലെ, ഒരു മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ പോലെ നമുക്ക് പറയാം. അടുത്ത ഈ മൊഡ്യൂളിലെ അടുത്ത ചാപ്റ്റർ ആണ് എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയീസിന്റെ അച്ചടക്കം. അല്ലെ? വൈ ഡിസിപ്ലിൻ ഇൻ ഓർഗനൈസേഷൻ? നമുക്ക് ചിന്തിക്കണം, എന്ത് ഇത്ര അച്ചടക്കം എന്താ ഓർഗനൈസേഷനില്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് എന്താ ഇത്ര അച്ചടക്കത്തിന് പ്രാധാന്യം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ഭാഗം അതാണ്. അതേപോലെ ഇനി അടുത്ത ഭാഗമുണ്ട്, എംപ്ലോയി ഹെൽത്തും ഉണ്ട്, എംപ്ലോയി സേഫ്റ്റിയും ഉണ്ട്. 4 ടോപ്പിക് ആയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ആ ഒറ്റ മൊഡ്യൂളില് ഒരു മൊഡ്യൂളായിട്ടാണ് ഇത്. ശരിക്കും ചാപ്റ്റർ എന്നല്ല, ശരിക്കും ഇതൊരു മൊഡ്യൂളാണ്. ഓരോ മൊഡ്യൂളില് ഓരോ എന്താ പറയാ സെപ്പറേറ്റ് എംപ്ലോയീസിന്റെ ചില പർട്ടിക്കുലർ കാര്യങ്ങളെ എടുത്തെടുത്ത് ഓരോ മൊഡ്യൂൾസ് ആക്കിയിരിക്കുന്നതാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ? നമ്മളൊക്കെ പല രീതിയിലും ഡിസിപ്ലിൻഡ് ആകാറുണ്ട് പല സ്ഥലത്തും, അല്ലെ? എന്താ പറയാ, നമ്മള് കുഞ്ഞിലെ തുടങ്ങി ശീലിക്കുന്ന ഒരു സാധനമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. വീടുകളിലൊക്കെ കുഞ്ഞു കൊച്ചുകളൊക്കെ ആവുമ്പോ പല കാര്യങ്ങളും നമ്മള് തെറ്റായതും ഒക്കെ ചെയ്യുമ്പോൾ ആളുകളൊക്കെ വലിയവരൊക്കെ ചിരിക്കും, അവരത് എന്താ പറയാ ആസ്വദിക്കും ഒക്കെ ചെയ്യും. ഇച്ചിരി കൂടെയൊക്കെ മുതിർന്നു കഴിയുമ്പോ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തും. അന്നൊക്കെ സന്തോഷിച്ചിരുന്നവര് പിന്നീട് അത് തിരുത്താൻ നോക്കും, അല്ലെ? കാരണം ഇത്തിരിയൊക്കെ വലുതായി കഴിയുമ്പോൾ കുട്ടികളെ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒരു പബ്ലിക് പ്ലേസിൽ, ഒരു കോമൺ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ അത് നമുക്ക് മോശം കേട്ടാം. നമ്മൾ എന്ത് ചെയ്യും? അവരെ അത് ശീലിപ്പിക്കും. അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ. നമ്മൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കും, അത് അച്ചടക്കത്തിന് എതിരാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് പാടില്ല, അത് പാടില്ല എന്നൊക്കെ, അല്ലെ? അപ്പൊ നമ്മളത് ആദ്യമേ, അതായത് നമ്മുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഓൾറെഡി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഉണ്ട്, നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങളിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ ഇത്തരം ഡിസിപ്ലിൻ ഹാവ് ടു ബി ഫോളോഡ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ഓൾസോ, അല്ലെ? അച്ചടക്കങ്ങൾ ഇതുപോലെ നമ്മൾ ചില സ്ഥലങ്ങളിൽ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്കായി ചെല്ലുന്ന സ്ഥലങ്ങളില്, അല്ലെ? ഹോസ്പിറ്റൽസില്, മറ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴൊക്കെ കയറി ഇറങ്ങുന്നവരാ, അല്ലെ? ഹോസ്പിറ്റൽസില്. സോ വി ഹാവ് ടു ഫോളോ സം ഡിസിപ്ലിൻ. ഇവിടെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഡിസിപ്ലിൻ? അതായത് നോക്കാം. ഇറ്റ്സ് ദ follow up of rules and regulations in a systematic manner by the employees in the interest of the organization. ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ഓർഗനൈസേഷന്റെ നിയമങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ
രീതികളും ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഫോളോ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ എന്താണ് ഡിസിപ്ലിൻ എന്ന്? ബിസിനസ് ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ നിയമങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ രീതികളും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ. സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ? സ്കൂളിൽ ഇത്ര മണിക്ക് എത്തണം, അതൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. സമയം തെറ്റി വരിക, സമയത്തിനേക്കാൾ മുമ്പ് എനിക്ക് പോണമെന്ന് പറയുക, ഇതൊക്കെ ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആണ് തീർച്ചയായിട്ടും അല്ലെ? അതുപോലെ തന്നെ സ്കൂളിൽ ഓരോ ടീച്ചേഴ്സ് മാറി മാറി ഒരു അവേഴ്സ് അല്ലെങ്കിൽ ഒരു പീരിയഡ്സ് കയറി വരുന്നു, അവരുടേതായ സബ്ജക്ട്സ് നമ്മൾ എടുത്ത് പഠിക്കുന്നു, അത് അവരുടെ പുസ്തകങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു. എല്ലാവരും കൊണ്ട് ഒരു പുസ്തകത്തിൽ സാമ്പാർ അവിയൽ പോലെ എഴുതി വെക്കുകയാണോ ചെയ്യാം? അല്ല, അത് അഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ ആയിരിക്കും അല്ലെ? ഒരു വിഷയത്തിന് ഒരു ബുക്ക്, ഒരു ടെക്സ്റ്റ്, നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ എടുത്തു വെച്ച് നമ്മൾ കൃത്യമായിട്ട് ഇരിക്കും. പിന്നെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ബഹളം എടുത്ത് ടീച്ചറിനേക്കാൾ വലിയ സൗണ്ടില്ല അവിടെയൊക്കെ ചുറ്റും ക്ലാസ് റൂമിനകത്ത് ആരെങ്കിലും ഓടി നടക്കുമോ? ഇല്ല, അത് അഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ. അപ്പൊ നമ്മൾ ശീലിച്ചു വരുന്ന ഒരു കാര്യമാണ്. സെയിം വേ അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ജോലിക്കായിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ജോലി സ്ഥാപനത്തിന് നമ്മൾ എന്തൊക്കെ രീതികൾ ഫോളോ ചെയ്യണം, എന്താണ് അവിടുത്തെ നിയമങ്ങൾ, ആ നിയമങ്ങൾക്കനുസരിച്ച് ഇത്ര മണിക്ക് വരണം, 9 മണിക്ക് വരണം എന്നാണെങ്കിൽ 9 മണിക്ക് എത്തണം. 9 മണിക്ക് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങുന്ന കാര്യമല്ല, ഇതിനകത്ത് 9 മണിക്ക് എത്തണം എന്നുള്ളതാണ്. അത് കൃത്യമായി ഫോളോ ചെയ്യുന്നു. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയാണോ ഇരിക്കേണ്ടതാണോ അല്ലെങ്കിൽ നിൽക്കേണ്ടതാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണോ അത് ആ സ്ഥലത്ത് ചെന്ന് അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നു അല്ലെ? വരുമ്പോ തന്നെ അതുപോലെ എന്നിട്ട് അവരുടെ ജോലികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് ഇൻവോൾവ്ഡ് ആകുന്നു. വൈകുന്നേരം എത്ര മണിക്കാണ് നമുക്ക് ലീവ് ചെയ്യാൻ പറ്റുക ആ സമയത്ത് മാത്രം ഇറങ്ങുന്നു. അല്ലാതെ തോന്നിയ സമയത്ത് ഇന്നത്തെ എന്റെ ജോലി ഉച്ചയായിട്ട് തീർന്നു എന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു പോകാണോ ചെയ്യുന്നത്? അല്ല, ജോലി ഉച്ചയായിട്ട് തീർന്നാന്ന് വിചാരിച്ചാലും we have a time അല്ലെ? നമുക്കൊരു ടൈം സ്കെഡ്യൂൾ ഉണ്ട്, അതനുസരിച്ചിട്ടേ വരാനും പോകാനും പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക, അതൊക്കെ കൃത്യമായിട്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഫോളോ അപ്പ് ചെയ്യുക എന്നതാണ് ഡിസിപ്ലിൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിസിപ്ലിന്റെ ആരുടെ ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. അണ്ടർലൈൻ ചെയ്തോ? So if the employees perform their duties and responsibilities, keeping the terms and conditions of the organization in their mind, it says that the employee is disciplined. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസെ അവരുടെ ഓർഗനൈസേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടുത്തെ റൂൾസ് ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവരവരുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് അവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു എംപ്ലോയി ഡിസിപ്ലിൻഡ് എംപ്ലോയി ആണ്. മനസ്സിലായോ? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വരേണ്ടത് 9 മണിക്ക്, വൈകിട്ട് 5 മണിക്കാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ, പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവര് നമ്മുടെ എന്താ പറയാ എക്സിറ്റ് ചെയ്ത് പോകുന്ന സമയം 5 മണിയാണെന്ന് വിചാരിക്കാം. റെഗുലർ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എംപ്ലോയി എല്ലാ ദിവസവും 9 മണിക്ക് എന്ന് പറയുന്നത് 9:10 ആകുമ്പോൾ വരുന്നു, 5 മണിക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് 4:50 ആകുമ്പോഴേക്കും ഇറങ്ങി പോകുന്നു. റെഗുലർ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഇത് തന്നെ ചെയ്യുന്നു. സോ വി സേ ദാറ്റ് എംപ്ലോയി ഈസ് ഇൻഡിസിപ്ലിൻഡ്. ആ ഒരു എംപ്ലോയിക്ക് എന്തില്ല? ഡിസിപ്ലിൻ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കേട്ടോ. അതുപോലെ പല കാര്യങ്ങളും എപ്പോഴും ഓർഗനൈസേഷൻ ജോലിക്ക് വന്നുകൊണ്ട് എപ്പോഴും ജോലി ചെയ്യാണ്ട് എന്ത് ചെയ്യുന്നു, അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആളുകളെ അവരോട് സംസാരിക്കുന്നു, അവരെയും കൂടി അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, വെറുതെ ഉറക്കൊക്കെ വെറുതെ സംസാരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഡിസിപ്ലിൻ എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം അത്തരം എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആണ്. മനസ്സിലായോ? അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ജോലികളൊക്കെ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ വിളിക്കും അവര് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. ക്ലിയർ ആയോ? ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Okay, yes, and in a business organization, it is the important function of the management is to keep the employees disciplined. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരു കൂട്ടം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അത് ഒരു ഓർഗനൈസേഷന്റെ പോസിറ്റിവിറ്റിയാണ്.
അല്ലാണ്ട് പകുതി മുക്കാലും പേര് ഇൻഡിസിപ്ലിൻഡ് ആണ്. തോന്നിയ വഴിക്ക് തോന്നിയ പോലെ ഒരു റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നു. കണ്ടോ, അതൊക്കെ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളാണ് വേണ്ടത് ഫോർ ദ ഇഫക്റ്റീവ് ഫംഗ്ഷനിങ്. നല്ല രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നല്ലൊരു പേരുണ്ടാക്കാനൊക്കെ ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആണ് വേണ്ടത്. സി, അങ്ങനെയുള്ള ഡിസിപ്ലിൻഡ് എംപ്ലോയീസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ദേ ക്യാൻ ഫേസ് എനി കോമ്പറ്റീഷൻസ്. അവർക്ക് ഏത് രീതിയിലുള്ള എന്താ പറയാ മത്സരങ്ങളെ നേരിടാൻ അവർക്ക് പേടിയുണ്ടാവില്ല. കാരണം എന്ത് വേണമെങ്കിലും വന്നോട്ടെ, ദേ ആർ റെഡി ടു ഫേസ് ഇറ്റ്. അവർ ഏത് രീതിയിലും മറ്റുള്ളവരുമായിട്ട് മത്സരിക്കാൻ അവർ റെഡിയാണ്. അത് ഡിസിപ്ലിൻഡ് എംപ്ലോയീസിനെ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് ബ്രിങ്സ് ഹയർ പ്രൊഡക്ടിവിറ്റി. അങ്ങനെ വരുമ്പോൾ ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് കൂടുതലുള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള ഉത്പാദനക്ഷമത, ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. മനസ്സിലായോ? മാത്രമല്ല ഇറ്റ് ലീഡ്സ് ടു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അത് വ്യവസായത്തിന്റെ വളർച്ചയിലേക്ക് നയിക്കും. അപ്പോ ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആർ നോട്ട് ഓൺലി കേപ്പബിൾ ഫോർ ഫേസിങ് കോമ്പറ്റീഷൻസ്. കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഡിസിപ്ലിൻഡ് എംപ്ലോയീസിന് ഉള്ളത്, ബട്ട് ഓൾസോ പിന്നെ എന്തുകൊണ്ട് ഇറ്റ് ഓൾസോ റിസൾട്ട് ഇൻ ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അതെന്തിലേക്കും കൂടി നയിക്കും? ഇൻഡസ്ട്രിയൽ ഗ്രോത്തിലേക്കും ഹയർ പ്രൊഡക്ടിവിറ്റിയിലേക്കും നയിക്കും. മനസ്സിലായോ? ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അണ്ടർലൈൻ ചെയ്തോ? Okay, so discipline makes them to get to the work coordinated. അപ്പൊ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷനിൽ അവർ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ജോലികളൊക്കെ ചെയ്യും. എല്ലാവരും കൂടി ഏകോപിപ്പിച്ച് ഒരു കോർഡിനേഷൻ മാനറിൽ ഒരു ടീം വർക്ക് ആയിട്ട് ജോലി ചെയ്ത് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷന്റേതായ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. അതൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷനിലാണെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോട്ടിവേഷൻ. അതൊരു മോട്ടിവേഷൻ ആണ് ടു വർക്ക് ഇഫക്റ്റീവ്ലി, ടു വർക്ക് വിത്ത് കോർഡിനേഷൻ, ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും ടീമായിട്ട് ജോലി ചെയ്യാനും ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. അവർക്ക് കുഞ്ഞു പാരഗ്രാഫ് വായിച്ചു നോക്കും. മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്നുള്ള ഭാഗം ഒന്ന് വായിച്ചേ. വായിച്ചോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? യെസ്. ഇനി നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് ആണ് ഏതിനെ കുറിച്ചിട്ടുള്ളത്? ഡിസിപ്ലിനെ കുറിച്ച് ഡെയിൽ എസ് ബീച്ചും ഗാരി ഡെസ്ലറും രണ്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദിസ്. എന്താ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഡെയിൽ എസ് ബീച്ച്, ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ. ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന എന്തോ ഒന്ന്, അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ വിളിക്കുക. ഈ മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ, റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ആ നിയന്ത്രണത്തിന് രണ്ട് റിവാർഡുകളുണ്ട്, രണ്ട് എന്താ പറയാ പ്രതിഫലങ്ങളുണ്ട്. ബിസിനസ് ഓർഗനൈസേഷനിലാണെങ്കിൽ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും. ഇൻ ദ ഫോം ഓഫ് മണി, പണമായിട്ടാകാം, പ്രൊമോഷൻ ആയിട്ടാകാം. എപ്പോഴും ഡിസിപ്ലിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്, ഈ ചാപ്റ്ററിന്റെ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉയർത്തി വേറൊരു മുകളിലത്തെ തട്ടിലേക്ക് നമ്മൾക്ക് സ്ഥാനക്കയറ്റം കിട്ടുക. അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ വിളിക്കുക. ഇപ്പൊ ഈ പ്രൊമോഷനൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും എടുക്കുന്ന ഒരു പാരാമീറ്റർ, ഒരു അളവാണ്, അളവുകോലാണ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ
സത്യസന്ധതയോടെ, കൃത്യനിഷ്ഠയോടെ, അച്ചടക്കത്തോടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതകളിൽ വരുമ്പോ ഈ ഒരു എന്താ പറയാ ഫാക്ടർ കൂടി കണക്കിലെടുക്കും. ഈ ഫാക്ടർ മാത്രം കണക്കിലെടുത്തിട്ടല്ല ഒരിക്കലും പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ലെങ്ത് ഓഫ് സർവീസിന്റെ ലെങ്ത്, ഇതൊക്കെ നോക്കിയിട്ടാണ്. അതിന്റെ കൂടെ കണക്കാക്കപ്പെടുന്ന മറ്റൊരു ഫാക്ടർ കൂടിയാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനും ഒക്കെ കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസിന് റിവാർഡ്, പ്രതിഫലം കൊടുക്കാൻ ഓർഗനൈസേഷൻ തയ്യാറാണ്. അറ്റ് ദ സെയിം ടൈം എന്നാൽ ഡിസിപ്ലിൻ തീരെ ഇല്ലാത്തവരിൽ നിന്ന് പിഴ ഈടാക്കാൻ പെനാൽറ്റി, കണ്ടോ പിഴ, അതും അതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. ആ റിവാർഡ്, ആ പ്രതിഫലങ്ങൾ, ഡിസിപ്ലിന്റെ റെഗുലേഷൻസിന്റെ ഡിസിപ്ലിന്റെ പ്രതിഫലങ്ങൾ ആ രണ്ടെണ്ണം ബ്രാക്കറ്റിൽ കൊണ്ടേക്കണേ. ഒന്ന് റിവാർഡും ഒന്ന് പെനാൽറ്റിയും. നല്ല അച്ചടക്കം ഒക്കെ കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ റിവാർഡും, അതേസമയം അച്ചടക്കമില്ലാതെ എന്താ പറയാ തോന്നിയ പോലെ വഴിവിട്ട രീതിയിലൊക്കെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് പെനാൽറ്റിയും. അപ്പോ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യത്തിന് ഇത് രണ്ടും ഉണ്ട്. എന്തുണ്ട്? റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യത്തിന് എന്നാണ് ആര് പറയാ? ഡെയ്ലസ് ബീച്ച് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഗാരി ഡെസ്ലർ, അദ്ദേഹം പറയുന്ന ഡിസിപ്ലിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഈസ് എ പ്രൊസീജിയർ ദാറ്റ് കറക്ട്സ് ഓർ പണിഷസ് എ സബോർഡിനേറ്റ് ബിക്കോസ് എ റൂൾ ഓഫ് പ്രൊസീജിയർ ഹാസ് ബീൻ വയലേറ്റഡ്. ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലെ നിയമങ്ങള് വയലേറ്റ് ചെയ്തത് കൊണ്ട്, വയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ലംഘിക്കുക എന്നുള്ളത് കൊണ്ട് ആൾക്ക് കിട്ടുന്ന ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, ആ ഒരു രീതി, അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുക. എന്നുവെച്ചാൽ ഇപ്പൊ റെഗുലർ ആയിട്ട് ഏതെങ്കിലും ഒരു എംപ്ലോയി റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും നേരെ വൈകി വരിക, 9 മണിക്ക് എന്താ പറയാ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ജോലിക്കായിട്ട് അവരുടെ സ്ഥലത്ത് കയറിയിരിക്കണം എന്നുള്ളതിന് എന്ത് ചെയ്യുന്നു? 9 മണിക്ക് വീട്ടിൽ നിന്ന് വന്നിട്ടില്ല, ഒരു 9:10, 9:30, 9:45 ഒക്കെ ആകുമ്പോഴേക്കും അതൊക്കെ കൊണ്ടുവരുന്നത്. അത് റെഗുലർ ആയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തുവാണ്? മറ്റുള്ള എംപ്ലോയീസിനും കൂടി അതൊരു എന്താ പറയാ അവർക്ക് കൂടി അങ്ങനെ ചെയ്യാനുള്ളൊരു ഇതിലേക്ക് പോകും, ഒരു ടെൻഡൻസി. എന്ന് വെച്ചാൽ ആള് എല്ലാ ദിവസവും ഇത്രയും മിനിറ്റ് വൈകി വരുന്നുണ്ടല്ലോ, നമ്മൾ കൃത്യസമയത്തിന് മുമ്പേ വരുന്നു, പക്ഷെ ആള് മിക്ക ദിവസവും വൈകിയ വരുന്നത്. അപ്പൊ അവിടെ ഉള്ളവർക്കും മാനേജ്മെന്റ് ഇഫ് ദേ ആർ നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ, ആ എംപ്ലോയിയുടെ നേരെ മറ്റൊരു രീതിയിലുള്ള ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസ് എന്ത് ചിന്തിക്കും? അപ്പൊ ഇനി നാളെ ഞാനും ഇത്ര നേരത്തെ വന്നെ, നാളെ ഞാനും വൈകി വരാം, കണ്ടോ? അപ്പൊ എല്ലാവരും ഇൻഡിസിപ്ലിൻഡ് ആയിപ്പോകും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യണം? ഓരോ എംപ്ലോയീസിന്റെയും നേരെ കാണിക്കേണ്ട ഡിസിപ്ലിൻസ്, അവരെ അത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ, അവരെ അത് കറക്റ്റ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് ചില പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ അതൊക്കെയാണ് ഡിസിപ്ലിൻ എന്നാണ് ഗാരി ഡെസ്ലർ പറയുന്നത്. ക്ലിയർ ആയോ? 2 ഡെഫിനിഷൻ മനസ്സിലായോ? ഡെഫിനിഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ആരുടെ ഡെഫിനിഷൻ ആണെന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അല്ലാണ്ട് നമുക്കറിയാലോ ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിച്ച് എഴുതാനില്ല. ബിക്കോസ് നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇത്തരം എന്താ പറയാ ഡെഫിനിഷൻ ഇങ്ങനെ കാണാതെ ഒന്നും പഠിച്ച് എഴുതാനില്ല. പക്ഷെ ഇന്ന ഡെഫിനിഷൻ ആര് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് പഠിക്കാൻ നമുക്ക് ഉണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. 2 ഡെഫിനിഷൻ മനസ്സിലായെന്ന് നോക്ക്. വായിച്ചോ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻസ് നമ്മൾ 2 കണ്ടു. എന്താണ് ഡിസിപ്ലിൻ എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ. അടുത്തത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ സ്വഭാവങ്ങൾ നോക്കാം. എന്താണ് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ബിഹേവിയർ. അതായത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഹാവ് സം ഒബ്ജക്റ്റീവ്സ് ഫോർ ദ എംപ്ലോയീസ്. എല്ലാവർക്കും, എല്ലാ എംപ്ലോയീസിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട്. ഇപ്പൊ എന്നിൽ നിന്ന് എന്താണോ ഓർഗനൈസേഷൻ ലക്ഷ്യമാക്കുന്നത്, അതുപോലെ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിൽ നിന്നും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഓർഗനൈസേഷൻ. അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ലക്ഷ്യം, ആ ഒരു ഗോൾ, ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ ലക്ഷ്യങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് ദേ ഹാവ് ടു ഫോളോ സം സ്റ്റാൻഡേർഡ് ബിഹേവിയർ. അവരെന്ത് ചെയ്യുന്നു?
ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക നിലവാരത്തിൽ ആണ് ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് പെരുമാറേണ്ടത്. See, it is to be obtained from a specific code of conduct formulated by the organization. അതിന് വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്, പെരുമാറ്റച്ചട്ടം, മനസ്സിലായി, ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പെരുമാറേണ്ടത്. ഈ രീതിയിലാണ്. ഇന്ന സമയത്ത് വരുന്നു, ഇന്ന സമയത്ത് നമ്മുടെ ലഞ്ച് ബ്രേക്ക്, ഇന്ന സമയത്ത് മുതൽ ലഞ്ച് ബ്രേക്കിന്റെ ഒരു സമയം ഡ്യൂറേഷൻ കൊടുക്കുന്നു, വൈകിട്ട് ഇത്ര സമയത്തിന് പോകുന്നു, അല്ലെ? അങ്ങനെയൊക്കെ അങ്ങനത്തെ ഉള്ള രീതികളും മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾക്ക്, എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കുകയാണ്. അതാണ് അവിടുത്തെ. അതിലൂടെ എംപ്ലോയീസ് എന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ, എല്ലാവരും ഏകദേശം ഒരേ നിലവാരത്തിലുള്ള ഒരു ബിഹേവിയർ അവർ അക്വയർ ചെയ്യും, അവർ നേടിയെടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാനും അവരവരുടെ സ്വന്തം ലക്ഷ്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ, അത് ഡിസിപ്ലിന്റെ ഒരു ഒന്നാമത്തെ എന്താ പറയാ നേച്ചർ, ഫീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ബിഹേവിയർ. ക്ലിയർ ആയോ? ഇവിടെ അണ്ടർലൈൻ ചെയ്യാൻ പറ്റുന്നത് പറയുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു പോയിന്റ് നേച്ചർ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഉണ്ട്, മോട്ടിവേഷൻ ഫോഴ്സ്, പോസിറ്റീവ് ഓഫ് നെഗറ്റീവ് നേച്ചർ, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, റൈറ്റ് ഓഫ് ദി മാനേജ്മെന്റ്, കൺട്രോളിംഗ് ഫോഴ്സ്. ഇതൊക്കെ നമ്മുടെ എന്താ പറയാ ഡിസിപ്ലിന്റെ നേച്ചറിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ. യെസ്, സെക്കൻഡ് വൺ എന്താ നോക്കിയാ? അടുത്തത് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഇനി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. നമ്മൾ തൊട്ട് മുന്നിൽ കണ്ട പാരഗ്രാഫില് ഡിസിപ്ലിൻ മോട്ടിവേറ്റ് ചെയ്യും എംപ്ലോയീസിനെ, ബിക്കോസ് ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയീസ് ടു കറക്റ്റ് ദെയർ മിസ്റ്റേക്സ്. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ പെരുമാറി, അപ്പൊ അത് എഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ ആണ്, ഡിസിപ്ലിൻ എഗെയിൻസ്റ്റ് ആണല്ലോ. അപ്പൊ അതെന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും നമ്മളെ മാനേജ്മെന്റോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസോ നമ്മളത് കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയീസിന് ഒരു എൻകറേജ്മെന്റ് ആണ്, ഒരു മോട്ടിവേഷൻ ആണ്. ദാറ്റ് ഇതിൽ നിന്ന് നമ്മളെ കറക്റ്റ് ചെയ്തല്ലോ, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ആക്ട് ചെയ്താൽ, ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയാൽ അതിൻ്റെതായ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ബോധ്യം അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യില്ല? ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പേടി തോന്നും. മനസ്സിലായോ? അപ്പൊ അവർക്ക് എപ്പോഴും ഒരു ബോധ്യമുണ്ട്, ഇഫ് യു ആർ ബിഹേവിംഗ് അഗെയിൻസ്റ്റ് ദ ഡിസിപ്ലിൻ or if you are violating any rules and regulations of the organization, there will be the consequences. അതിന് വരാനിരിക്കുന്ന ആ ഒരു എന്താ പറയാ കോൺസിക്വൻസ്, അതിന്റെ അനന്തരഫലം, അത് എന്താ പറയാ അവരെ വളരെയധികം ഇതാക്കും. അതുകൊണ്ടാണ് ഡിസിപ്ലിൻ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണെന്ന് പറയാൻ കാരണം. ക്ലിയർ ആയോ? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് മനസ്സിലായോ? അവിടെ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പോയിന്റിന്റെ അകത്ത് ഡിസിപ്ലിൻ ആക്ട്സ് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് എൻകറേജസ് എംപ്ലോയീസ് ടു കറക്റ്റ് ദെയർ മിസ്റ്റേക്സ്. തങ്ങളുടെ തെറ്റുകൾ തിരുത്താനും ഓർ മിസ്കണ്ടക്ട് ഒക്കെ ഒന്നും തന്നെ ആഫ്റ്റർ ആന്റിസിപ്പേറ്റിംഗ് ദ consequences they may face if they violate the policy. ഡിസിപ്ലിൻ പോളിസി വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? അവരെ അത്തരം തെറ്റുകൾ, അത്തരം മിസ്കണ്ടക്ട് ഒക്കെ ചെയ്യുന്നതിൽ നിന്നും പിൻവലിപ്പിക്കുന്നു. അല്ലെങ്കിൽ അത് അവർക്കൊരു മോട്ടിവേഷനാണ്, അങ്ങനെ പിൻവലിക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചോ? ഓക്കെ, അപ്പൊ അടുത്ത ഭാഗം നേച്ചർ ഓഫ് ഡിസിപ്ലിന്റെ തേർഡ് പോയിന്റ് തുടങ്ങി അടുത്ത ദിവസം എടുക്കാം. See you. Bye. Thank you.